നമ്മുടെ കുഞ്ഞ് കൃഷിയിടത്തിൽ 2 പുതിയ അതിഥികളുണ്ട്. ക്യാരറ്റിൻ്റെ ആ ഒരു കിളിർപ്പ് വരുന്ന ഭാഗവും നമ്മളിതുപോലെ മണ്ണിൽ വെച്ചിട്ടുണ്ട്. ഈ കാണുന്നൊരു തക്കാളി തൈയാണ്. നമ്മൾ കുറേ ഇട്ടിട്ട് ആ ഒരെണ്ണമാണ് നമുക്ക് കിളിർത്ത് കിട്ടിയത്. അതുപോലെ തന്നെ പടവലത്തിന് വള്ളി വന്നപ്പോൾ തന്നെ നമ്മളൊരു കമ്പൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് പെട്ടെന്ന് തന്നെ അതിലേക്ക് ചുറ്റിയേ. അപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഇനിയിപ്പോൾ അത് അതിലേക്ക് കയറിക്കോളുമല്ലോ. മറ്റേ തയ്യൽ അങ്ങനെ വള്ളിയൊന്നും വന്നിട്ടില്ല. ഇതിലിങ്ങനെ ടെൻട്രൽസൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ ചുറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭയങ്കര സന്തോഷമായിരുന്നു ഇന്ന്. പിന്നെ നമുക്ക് ചീര പറിച്ച് നടണം. അതാണ് ഇന്നത്തെ മെയിനായിട്ടുള്ള നമ്മുടെ വീഡിയോ. ചീരയൊക്കെ കുറേ നമ്മൾ പറിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് കുറച്ചുകൂടെ പറിക്കണം. അതുപോലെ തന്നെ കടലച്ചെടിയിൽ എന്നും തന്നെ പൂവുണ്ട് കേട്ടോ. ഒരു കടലച്ചെടി 1-2 പൂവൊക്കെ വെച്ചിട്ട് കാണും. അപ്പം ഇത് വിളവെടുക്കാറാകുന്നതും ഒക്കെ ആ ഒരു ടൈമിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. നമ്മൾ ജനുവരി മാസത്തിലാണിത് അതിൻ്റെ വിത്ത് ഇട്ടത്. എന്നിട്ട് ഓരോ ദിവസവും നമ്മളതിൻ്റെ വളർച്ച ഇങ്ങനെ ആസ്വദിച്ച് വരും കേട്ടോ. പിന്നെന്താ, ഇത് വിളവെടുക്കാൻ നേരത്തെ ഇതിൽ വല്ലതും ഉണ്ടോ കാണുമോ എന്നൊന്നും നമുക്കറിയില്ല. എന്നാലും നമ്മൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. കുറച്ച് തൈകളൊക്കെ നമ്മൾ രണ്ടാമത് വെച്ച കേട്ടോ. ഫെബ്രുവരി മാസത്തിൽ വെച്ചതാണ്. ഫെബ്രുവരി ഒരു പകുതി ഒക്കെ ആകാറായപ്പം അതാണ് ഈ കുഞ്ഞു തൈകളൊക്കെ നിൽക്കുന്നത്. ഇതൊക്കെ കുറച്ചൊരു 10 ചോടോളം കുഞ്ഞി തൈകളുണ്ട്. ഇതിനകത്തുനിന്നും കുറച്ച് ചീരയൊക്കെ നമുക്ക് പറിച്ച് മാറ്റി വെക്കണം. നമ്മൾ മാറ്റി വെച്ചതൊക്കെ കുഴപ്പമില്ലാണ്ട് നന്നായിട്ടൊക്കെ നിൽപ്പുണ്ട്. ഇതാദ്യമേ നമ്മൾ പറിച്ച് മാറ്റിയ ചീര അതൊക്കെ ഇത്രയും വലുതായിട്ടുണ്ട്. ഈ അരി കഴുകുന്ന വെള്ളവും അതുപോലെ തന്നെ തേയില മട്ടുമൊക്കെ ഞാനിതിന് ഒഴിച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെ കിട്ടുമ്പോഴത്തേന് ഇതിനൊക്കെ എല്ലാത്തിനും തന്നെ മൊത്തത്തിന് നമുക്ക് തികയില്ലല്ലോ. എന്നാലും പറ്റുന്നതിനൊക്കെ കുറച്ച് ഡൈല്യൂട്ട് ആക്കിയിട്ട് ഇതിനൊക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ട്. ഇതിനകത്ത് നമുക്ക് ഒരു 3 ചോട് പടവലമുണ്ട്. പയറുണ്ട്. ഒരെണ്ണം ഒടിഞ്ഞു പോയി. എന്നാലും ഞാനത് പറിച്ച് കളയാതെ നിർത്തിയേക്കുവാണ്. പിന്നെ ഇതിനകത്തും കുറച്ച് ചീരയൊക്കെ വലുതായിട്ടുണ്ട്. ഇതിൽ അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്ന് വെച്ചു. മറ്റേ സൈഡിൽ നിൽക്കുന്നത് പറിച്ച് മാറ്റിയതാട്ടോ ഈ കാണുന്നതൊക്കെ. എന്നാന്ന് വെച്ചാൽ അതിനകത്ത് കടല, ഇപ്പോൾ ബീറ്റ്റൂട്ട്, പടവലമെല്ലാം ഒത്തിരി ഉണ്ടല്ലോ. അതുകൊണ്ടാണ് മെയിനായിട്ട് അതിൽ നിന്ന് ചീര നമ്മൾ പറിച്ച് മാറ്റിയത്. ഇനി ഈ ഒരു ഭാഗത്ത് കുറച്ചൊന്ന് കിളച്ചിട്ട് ഇവിടെ മണ്ണ് പെട്ടെന്ന് ഇളകും. അപ്പോൾ ഇവിടെയും കൂടെ ചീര പറിച്ച് മാറ്റി വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇതിൽ നമുക്ക് പിന്നെ നടക്കേണ്ട കറിവേപ്പൊക്കെ എടുക്കുന്ന അങ്ങോട്ട് നടക്കേണ്ടതായതുകൊണ്ട് ആ ഭാഗത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മുടെ കടലച്ചെടിയുടെയൊക്കെ കൂടെ നിന്നിരുന്ന കുറച്ച് ചീരച്ചെടിയെ നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട്. ആ മണ്ണൊക്കെ കളയാതെ തന്നെ ആ മണ്ണോടുകൂടി തന്നെ നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ മേളിൽ പിടിക്കുമ്പോൾ തന്നെ അതിങ്ങ് പറഞ്ഞു പോരും കേട്ടോ. നനവൊക്കെ ഉള്ളത് കൊണ്ടേ. അങ്ങനെ ഈ ഒരു ഭാഗത്ത് വെച്ച് കൊടുക്കണം. ഒരു കുഞ്ഞിരണയിലൂടെ നടക്കുന്നുണ്ട്. അവരുടെ ഏരിയ ആയിരുന്നു. ഞാനത് ക്ലീനാക്കിയപ്പം എല്ലാം പുറത്തോട്ട് ഇറങ്ങി. അങ്ങനെ ആ ചീരയൊക്കെ ദൈവം വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറേയൊക്കെ ചപ്പ് പൊടിഞ്ഞതും ഒക്കെ ഉണ്ട്. ഞാനത് മാറ്റാതിരുന്ന കേട്ടോ. അതൊക്കെ നല്ലതല്ല അതിൽ കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പ്ലാസ്റ്റിക്കൊന്നുമില്ല, ചപ്പൊക്കെ ഇളക്കാതെ ഒത്തിരി മാറ്റാതെ ഞാൻ അവിടെ തന്നെ നട്ട കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.